ലാബിന്റെ ഉള്ളിലെ എങ്ങനെയാണ് മിക്സപ്പ് നടക്കാതെ നോക്കുന്നത്. ഇപ്പൊ പല ഫിലിംസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ബോളിവുഡ് മൂവീസിലൊക്കെ മിക്സപ്പ് നടന്നു എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ കാണുന്നതുകൊണ്ട് പേഷ്യൻസിന്റെ സംശയം കൂടി വരികയാണ്. അപ്പൊ മാഡത്തിന് എന്താ പറയാനുള്ളത്? നമ്മൾ IVF പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് സ്റ്റാർട്ടിങ് ഡിഷ് പ്രിപ്പറേഷൻ മുതൽ തന്നെ നമ്മൾ പേഷ്യൻ്റെ വ്യക്തമായിട്ട് നമ്മൾ അവരുടെ പേഷ്യൻ്റ് നെയിം ID ലാബിലിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡബിൾ വിറ്റ്നസിങ്, നമ്മൾ ഒരാൾ നോക്കിയാലും അത് ഡബിൾ വിറ്റ്നസ് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ അത് ട്രേസ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ പല പേർക്കും ഉള്ള നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ ഞങ്ങളുടെ തന്നെ ആയിരിക്കോ, നിങ്ങൾ അവിടെ വെച്ചിട്ട് മാറ്റോ, ഞങ്ങൾ അറിയാതെ ഗമീറ്റ്സ് മാറ്റോ, അണ്ടം മാറ്റോ, ഭ്രൂണം മാറ്റോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറയുന്നത് വിത്തൗട്ട് ദെയർ ഇൻഫർമേഷൻ നത്തിങ് ഇസ് അലൗഡ്. ഇപ്പൊ മാഡത്തിന് അറിയാം, നമുക്ക് പല കൺസെന്റ് ഫോംസും ഉണ്ട്. സോ ഡോണർ അലൗഡ് ആണ്, പക്ഷെ വിത്ത് കൺസെന്റ് ഓഫ് ദി പേഷ്യന്റ്. അപ്പൊ അതിന് മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? അവർക്ക് അതൊരു വലിയൊരു ഡൗട്ട് ആണ്, അത് അങ്ങനെ മിക്സപ്പ് ആവുമോ എന്നുള്ളത്. അതിന് നമ്മൾ ഇതന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ, ലാബിലിംഗ്, ഡബിൾ വിറ്റ്നസിങ് എല്ലാം നമ്മൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടാണ് നമ്മളൊരു പ്രൊസീജിയർ ചെയ്യണത്. പ്രത്യേകം കൺസെന്റ് ഫോം ഒക്കെ എല്ലാറ്റിനും നമ്മൾ കൺസെന്റ് ഫോംസ് ഉണ്ട്, എല്ലാം സൈൻ ചെയ്യണം. പേഷ്യന്റിനെ നമ്മൾ കൗൺസിലിങ്ങിലൂടെ എല്ലാം അവർക്ക് അവെയർ ആയിരിക്കും. അവരുടെ എല്ലാ ഡൗട്ടുകളും എല്ലാം ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രൊസീജിയറിലേക്ക് നമ്മൾ മൂവ് ചെയ്യണത്. മൗലാന ഫെർട്ടിലിറ്റിയുടെ പ്രത്യേകതയാണ്, നമ്മൾ ക്ലിനീഷ്യൻ മാത്രമല്ലാതെ എംബ്രിയോളജിസ്റ്റും കൂടി കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സെന്റർ ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പേഷ്യന്റിനെ രണ്ടുപേരും കാണുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, നമ്മൾ എല്ലാ പേഷ്യന്റിനെയും കാണുന്നുണ്ട്. അവരുടെ എല്ലാ ഡൗട്ടും നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യണത്.